Hey hello guys, it's me വഴിപോക്കൻ. ഇന്ന് വാഗമണിലാട്ടുള്ളത്. ഒരുപാട് നാളായി വാഗമണിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു സ്ഥലം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ചാർലി മൂവിയുടെ ലൊക്കേഷൻ. ഒരുപാട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിരുന്നു, വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വരുന്ന ടൈമിലെല്ലാം അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും നേരെ ആ ഒരു ലൊക്കേഷനിലോട്ട് പോവാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇവിടെയൊക്കെ വന്ന് കാണും. വരാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാട്ടോ. ഒരു അടിപൊളി സീനിക്കായിട്ടുള്ള ഒരു പ്ലേസാണ്. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനം റൂട്ടാണ് കേട്ടോ. നമ്മുടെ വാഗമണിലെ ഒരു ഗ്യാപ്പ് റോഡെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി റൂട്ടാണ്. അപ്പോൾ എന്തായാലും കുട്ടിക്കാനത്തുനിന്ന് ഡീവിയേഷൻ എടുത്തിട്ടാണ് നമ്മൾ ലാൻഡ്രം എസ്റ്റേറ്റ് എന്നാണെന്ന് തോന്നുന്നു. എൻ്റെ പേര് കറക്റ്റ് അറിയില്ല, നോക്കിയിട്ട് പറയാം. എന്തായാലും നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ നോക്കാം കേട്ടോ. ഞങ്ങൾ കുട്ടിക്കാനം എത്തി കേട്ടോ. കുട്ടിക്കാനത്തുനിന്ന് കുമിളി റൂട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഈ റൂട്ട് അങ്ങനെ പോയിട്ടില്ല. എന്തൊക്കെ വന്നാലും സൈഡിൽ ഇതേപോലെ കുറച്ച് തേയിലത്തോട്ടം ഉണ്ടെങ്കിൽ ആ റൂട്ട് അടിപൊളിയാവും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് അങ്ങനെയാണ് കേട്ടോ. സൈഡിൽ തേയിലത്തോട്ടം ഉണ്ട്, അതുകൊണ്ട് ലുക്ക് മാറി. ഒരു സൈഡിൽ കാടാട്ടോ. അയ്യോ, ഞാൻ എക്സ്പൾസ് ഓടിക്കുന്ന പോലെ തണ്ടർവേടി ഓടിക്കുന്ന ഞാനൊക്കെ തെറിച്ചു പോവാ. ഉപ്പ് രണ്ട് സൈഡും തേയിലത്തോട്ടായിട്ടോ. അയ്യോ, ഒരു ചെറിയ ഇടവഴി കേട്ടോ. സൈഡിലെല്ലാം വീടുകളുണ്ട്. നേരെ ആ വീട്ടിലേക്ക് താമസിക്കുന്നവർക്ക് തേയില ഇന്ന് ഫ്രൈ ആക്കായിരുന്നു. ഇന്നൊരു കോഴീനെ ഫ്രൈ ആക്കാൻ പറ്റിയേനെ. വട്ടം ചാടിയതാ. ചേട്ടാ, ഇവിടെ ഒരു സ്ഥലമില്ല, മറ്റേ ചാർലി സിനിമയൊക്കെ അതിൽ നേരെ പോണോ? ആ ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ആ ഓക്കെ ആ ഇതിലേ കയറാം, കുഴപ്പമില്ല. ഓക്കെ ചേട്ടാ. നമുക്കിതാ ഇങ്ങോട്ടാണ് പോവാനുള്ളത്. അയ്യോ, അടുത്ത പോവാൻ നേരത്തെ കാര്യം തീർന്നേ ഉള്ളു. അയ്യോ, ഓഫ് റോഡാണോ? ഓഫ് റോഡ്. അയ്യോ, ഇതിൽ നിൽക്കാൻ പറ്റുമോ അറിയത്തില്ല. ഈ വണ്ടിയിൽ ഈ വണ്ടി നിൽക്കാൻ പറ്റൂല കേട്ടോ. അയ്യോ, അതല്ലേ ബ്രോ, നിക്കേ. വാവ്, ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതും കൂടെ വന്നപ്പോൾ അവിടെ ഒരു വീട് കണ്ടോ. അവർക്കൊക്കെ ഇതും കണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. എന്ത് നിശബ്ദത. നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം. ഞങ്ങൾ ചാർലി മൂവി ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു പായും മെത്തം എടുത്തോ, ഞാൻ ഇവിടെ വല്ല കിടക്കാൻ പോണേ. നിങ്ങളെ സമ്മതിക്കണം. ഇതാട്ടോ ചാർലി മൂവി ലൊക്കേഷൻ. നൈസാട്ടോ, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുക. നല്ല അടിപൊളി 3 മരങ്ങൾ, നമ്മുടെ വണ്ടി. ഒരു പ്രത്യേക വൈബാണ്. നല്ല രസമുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം നമുക്ക്. മേലെ മേലെ മാനം മാനം മേലെ മഞ്ഞിൻ കൂടാരം മേലെ
നമ്മുടെ ചാർലി മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. അടിപൊളിയാട്ടോ. നോക്കി, ചുറ്റും തേയിലത്തോട്ടുക, അതിൻ്റെ നടുക്ക ഒരു കുളവും ഈ ഒരു മരങ്ങളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കണ്ടില്ലേ, പൂവൊക്കെ അത്യാവശ്യം പൂവൊക്കെ ഉണ്ട്, എങ്കിലും ഓവറായിട്ടില്ല. വെള്ളം അത്യാവശ്യത്തിന് വെള്ളമേ ഉള്ളൂ, രണ്ട് സൈഡിലായിട്ടൊന്നും വെള്ളമില്ല കേട്ടോ. എങ്കിലും നല്ലൊരു അടിപൊളി വൈബ് ഉണ്ട്. നല്ല തണുത്ത ഒരു കാലാവസ്ഥയായതുകൊണ്ട് ഒരു പ്രത്യേക വൈബ്. ഒരു അടിപൊളി ലൊക്കേഷനിൽ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ സർപ്രൈസിങ്ങിലി റാഷ് വണ്ടിയും കൊണ്ട് ഇങ്ങനെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത് ആരാ നല്ല പരിചയമുള്ള വണ്ടി എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എന്തേ നിൽക്കുന്നു കൺമുന്നിൽ. കണ്ടോ, നിൽക്കുന്നുണ്ടോ? നമ്മുടെ കഴിഞ്ഞ പൊന്മുടി വീഡിയോയിൽ ഇവനുണ്ടായിരുന്നു. അങ്ങനെ അവനും വന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും അവനെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങളിനി നേരെ ഏലപ്പാറയ്ക്ക് പോവാണ്. ഏലപ്പാറ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കുട്ടിക്കാനത്തേക്ക് വരും. അങ്ങനെ ചുമ്മാ ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പോകാൻ പോവാട്ടോ. നല്ലൊരു ഫ്രെയിമല്ലേ, അടിപൊളിയല്ലേ? നമ്മളെ ഫോട്ടോ എടുപ്പിക്കുകയാണ് കേട്ടോ. പാവപ്പെട്ട ചേട്ടനെ കൊണ്ട് ഈ തെണ്ടി ഫോട്ടോ എടുപ്പിക്കുകയാണ്. അതൊക്കെ മതി ബ്രോ, നോക്കൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ ആ ഒരു ചാർലി മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നൈസായിരുന്നു, കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ ഞങ്ങൾ. നമ്മൾ ഇതിലല്ലേ വന്നേ? ഒന്നവിടെ പിടിച്ചു നിർത്തിയിട്ട് ആ വെള്ള വണ്ടി ഭയങ്കര സ്പീഡായിരുന്നു നോക്കി പോകാൻ പറയണേ, ഇവിടെ കിടന്ന് സ്പീഡിൽ പോകുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു അടിപൊളി സ്ഥലമായിരുന്നു. നിങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ. എന്തായാലും നൈസ് സ്ഥലമായിരിക്കും. അവിടെ ഒരു 2 to 3 hours ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും നൈസ് വൈബായിരുന്നു. അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.